കണ്ണനക്ക് 5 വയസ്സായപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് സ്കൂൾ ഇഷ്ടമില്ലേ, ഞാൻ പൈക്കുട്ടികളെ മേടിച്ച് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ പറഞ്ഞ് അടുത്തുള്ള ജോസ്യനോട് ചോദിച്ചു. ജോസ്യൻ പറഞ്ഞു, കണ്ണൻ്റെ രാശിപ്രകാരം കണ്ണൻ്റെ നക്ഷത്രം എന്താണ്? രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രം എന്താണ് രാശി? വൃഷഭരാശി, മാട് രാശിയാണ്. അപ്പോൾ മാട് മേയിച്ചാൽ നല്ലതാണെന്ന് ജോസ്യൻ പറഞ്ഞു. ജോസ്യൻ വെറുതെ പറഞ്ഞതാണ്. അത് വിശ്വസിച്ച് നന്ദഗോപൻ പൈക്കുട്ടികളെ മേയ്ക്കാൻ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് പൈക്കുട്ടി രൂപത്തിൽ ഒരു അസുരൻ അവിടെ വന്ന് കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ വാളും കാളും പിടിച്ച് അടുത്തുള്ള മരത്തിൽ അടിച്ച് വത്സാസുരനെ സംഹാരം ചെയ്തു. വത്സം പറഞ്ഞാൽ പൈക്കുട്ടിയാണ്. വത്സത്തിൻ്റെ രൂപത്തിൽ വന്നതുകൊണ്ടാണ് വത്സാസുരൻ എന്നവിടെ പറയുന്നു. പിന്നെ വേറൊരു ദിവസം കൊക്ക് പോലെ കളിച്ചുകൊണ്ടിരിക്കണം. യമുനാ തീരത്ത് ഒരു വെള്ള മുണ്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ കൈ ഇങ്ങനെ ഉയർത്തി കൊക്ക് പോലെ ഒരു കളിയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊക്ക് രൂപത്തിൽ ഒരു അസുരൻ ബകാസുരൻ വന്നു. കുട്ടികളൊക്കെ അടിച്ച് കണ്ണനെ വിഴുങ്ങിയപ്പോൾ കണ്ണൻ ചെയ്തു അവൻ്റെ വായിൽ തീക്കട്ട പോലെ ചൂടായി. ഉടനെ അവൻ ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ 2 അലകം പിടിച്ച് ഭഗവാൻ 2 കഷ്ണമായി കീറി അങ്ങനെ ബകാസുരനെ സംഹാരം ചെയ്തു. ഇവിടെ പറയുന്നു ഭട്ടത്രി, സപതി സഹജാം സന്തൃഷ്ടം വാ അണുജം അഗ്രേ ഗന്തും പ്രതീക്ഷിതുമേവ വാ. ഈ ബകാസുരൻ പൂതനയുടെയും അകാസുരൻ്റെയും സഹോദരനാണ്. ഇവിടെ പറയുന്നത് സപതി സഹജാം തൻ്റെ സഹോദരിയായ പൂതനയെ കാണാൻ വേണ്ടി ഭഗവാൻ അടുത്ത് വന്നുവോ സംശയം. അല്ലെങ്കിൽ അണുജം അഗ്രേ ഗത്വ പ്രതീക്ഷിതുമേവ, തൻ്റെ അനുജനാണ് അഘാസുരനെ ആദ്യം കൊണ്ട് തന്നെ ചെന്ന് സ്വീകരിക്കാൻ വേണ്ടിയാണോ മനസ്സിലാവില്ലേ. ഭഗവാന്റെ അടുത്ത് വന്ന് അവൾക്കും സദ്ഗതി കിട്ടി. പിന്നെ ഓരോ ദിവസം ഓരോ പ്രത്യേക കളി കളിക്കാറുണ്ട്. നാളത്തെ കളി എന്താണെന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു, നാളെ നമുക്ക് വനഭോജനം കളിക്കാം. വനഭോജനം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. വനഭോജനം പറഞ്ഞാൽ വനം പറഞ്ഞാൽ കാട്, ഭോജനം പറഞ്ഞാൽ സാപ്പാട്. കാട്ടിൽ പോയി വിവിധമായി ഭക്ഷണം നമുക്ക് കഴിക്കാം പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികൾക്കും സന്തോഷം. അതിൽ കൂടുതൽ സന്തോഷം അവിടെ ഒരു ബ്രാഹ്മണ കുട്ടി ഉണ്ടായിരുന്നു, ദതിഭാണ്ഡൻ എന്നാണ് പേര്. അവൻ പറഞ്ഞു, എല്ലാ ദിവസവും ഈ കളി തന്നെ ആവട്ടെ പറഞ്ഞപ്പോൾ ശ്രീ പറഞ്ഞ് അടുത്ത ദിവസം ഞാൻ തന്നെ എല്ലാവരെയും ഉണർത്തി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഭഗവാൻ തീരുമാനിച്ചു. ഈ വനഭോജന കളിയുടെ ഇടയിലാണ് ബ്രഹ്മമോഹനമൊക്കെ വർണ്ണിക്കുന്നു. എന്തായാലും നമുക്ക് ഇപ്പോൾ കുറച്ച് നേരം നിർത്തി അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഒരു 15 മിനിറ്റ് ശേഷം തുടങ്ങാം. കാരണം ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ള കാര്യം എന്താണ് എന്നോട് ചോദിച്ചാൽ ഈ ഉച്ച സമയത്ത് ചെയ്യുന്ന പ്രഭാഷണമാണ്. ഇതാ കാരണം ഉച്ച സമയത്ത് പ്രഭാഷണം ചെയ്യുന്ന എനിക്ക് തന്നെ ഉറക്കം വരുന്നത് പോലെ തോന്നുന്നു. പിന്നെ കേൾക്കുന്ന നിങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല.